നമ്മൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. എൽദോസ് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. കോവിഡാനന്തര കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റിയ അമൽ നീരജ് ചിത്രം ഭീഷ്മപർവൻ രചിച്ച് മലയാള സിനിമയിൽ വരവറിയിച്ച ദേവദത്ത് ഷാജിയുടെ സ്വതന്ത്ര സംവിധായകനായുള്ള അരങ്ങേറ്റമാണ് ധീരൻ. കോമഡിയും ഡ്രാമയും ആക്ഷനും ത്രില്ലറുമെല്ലാം നിറഞ്ഞ ഒരു എന്റർടൈനറാണ് ധീരൻ. പുതുതലമുറ താരങ്ങൾക്കൊപ്പം മലയാളത്തിന്റെ വിന്റേജ് താരങ്ങളും അഴിഞ്ഞാടിയാണ് ബോക്സ് ഓഫീസിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്നത്. എന്റെ കൊച്ചൻ ഞാനൊന്നും അല്ല ചെയ്ത്, അങ്ങനെ ചെയ്യാനും മാത്രം പ്രേമൊന്നും എനിക്ക് തന്റെ അടുത്തില്ല. ചുമ്മാ ഒരു മൂപ്പിന്റെ പുറത്തായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം പോലും മടുപ്പ് തോന്നാത്ത വിധം ആദ്യ അവസാനം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഗംഭീര തിരക്കഥ, രസകരമായ അഭിനയ മുഹൂർത്തങ്ങൾ, ഹാസ്യവും ആക്ഷേപഹാസ്യവും ഇടകലർന്ന സംഭാഷണങ്ങൾ, മത്സരിച്ചഭിനയിക്കുന്ന അഭിനേതാക്കളുടെ ടൈമിംഗ്, ഇങ്ങനെ ഏറെ പ്ലസ് ഉണ്ട് ധീരന് പറയാൻ. ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങി മലയാറ്റുകാരുടെ അഭിമാനമായി മാറിയ എൽദോസ് അവറാച്ചൻ പിന്നീട് അതേ നാട്ടുകാരുടെ പൊതുശത്രുവായി മാറുന്നു. സംഭവബഹുലമായ എൽദോസ് അവറാച്ചന്റെ യാത്രയാണ് ധീരന്റെ പ്രധാന പ്ലോട്ട്. രാജേഷ് മാധവനാണ് എൽദോസായി വേഷമിടുന്നത്. എന്നാത്താൻ കേസുകൊട്, മദനോത്സവം, മരണമാസ് എന്നീ ചിത്രങ്ങളിലെ മിന്നും പ്രകടനത്തിനു ശേഷം രാജേഷിന്റെ മറ്റൊരു ഗംഭീര പ്രകടനം. അശ്വതി മനോഹരൻ, ശബരീഷ് വർമ്മ, അഭിരാം രാധാകൃഷ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരെല്ലാം രാജേഷിന്റെ കഥാപാത്രത്തിന് മികച്ച പിന്തുണ നൽകി.